ഹായ്, ഇന്ന് നമ്മൾ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പാർട്ട് 4 ആണ് പറയാൻ പോണത്. ആക്ച്വലി കുറേ പേർക്ക് ഡൗട്ടുണ്ട്. കുറേ ആൾക്കാർ അവരുടെ പാർട്ട്നേഴ്സ് ഇങ്ങനെയാണ്, അതുപോലെ തന്നെ പാരൻസ് ഇങ്ങനെയാണ്. കുറേ ആൾക്കാർ അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജിലൂടെ ആയാലും അതുപോലെ തന്നെ കമൻറ്റിലൂടെ ആയാലും വരുന്നുണ്ട്. ചിലവർക്ക് ചില ഡൗട്ടുകളുണ്ട്. ഞാൻ പറയാം, ഞാൻ സൈക്യാട്രിസ്റ്റ് അല്ല, ഞാൻ MD ട്രാൻസ്മിഷൻ മെഡിസിൻ ചെയ്യണ ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ സൈക്യാട്രിസ്റ്റ് പറയണ പോലെ എന്ന് വിചാരിച്ചിട്ടല്ല ഈ ക്ലാസ് എടുക്കണം. നാർസിസ്റ്റ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആളുകൾ തന്നെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാരുടെ റിലേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരുടെ അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുപോലത്തെ കുറേ ഇതിനെ പറ്റിയിട്ട് കുറേ ക്ലാസ്സുകളും അങ്ങനത്തെ ഒക്കെ കണ്ടതിൻ്റെ ഒരു ഇതിൽ മലയാളത്തിൽ ഒരു ഇതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് കൊടുക്കണമെന്ന് തോന്നിയിട്ട് ചെയ്യണതാണ്. ഒരു സൈക്യാട്രിസ്റ്റ് പറഞ്ഞ പോലെ അല്ല, ഞാൻ സൈക്യാട്രിസ്റ്റ് അല്ല. സോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ കേൾക്കണ്ട. ഇതിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിലുള്ള ഇതിൽ തന്നെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിഞ്ഞതിൻ്റെ ഒരു ഇതിൽ പറയണ ഒരു വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് പാർട്ട് 3 നമ്മൾ ഇടയിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് പാർട്ട്നേഴ്സ് നമുക്ക് നാർസിസ്റ്റായിട്ട് കിട്ടിയ എന്തായിരിക്കും എന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്കിതിൽ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ എന്താണ് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പൊക്കൂടെ, ഇവർക്ക് എന്താ ഒഴിഞ്ഞു പൊക്കൂടെ എന്ന് ആൾക്കാർക്ക് വേണമെങ്കിൽ ആലോചിക്കാം. അപ്പോഴാണ് ഇവരുടെ ഒരു മാനിപ്പുലേഷൻ്റെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേസിനെ ലവ് ബോംബിങ് ഫേസ് എന്ന് പറയും. അതായത് ആ സമയത്ത് സ്നേഹിച്ചിട്ട് ഇവർ കൊല്ലും. അതായത് ഭയങ്കര സ്നേഹം, നമുക്ക് വേണമെങ്കിൽ സ്വർഗം കാണുന്ന പോലത്തെ അത്ര സ്നേഹം, നമുക്കത് സ്വർഗം തോന്നും. അങ്ങനത്തെ ഒരു ലവ് ബോംബിങ് ഫേസ് ഇവർ കാണിക്കും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവരുടെ ഇമോഷണൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, മെൻ്റൽ അബ്യൂസ്, അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ്. ചിലർക്ക് ചിലപ്പോൾ ഇത് ഒക്കെ ആയിരിക്കാം. ചിലപ്പോൾ ഫിസിക്കലായിട്ട് മേത്തേക്ക് അടി കൊള്ളുന്നില്ലെങ്കിലും ചിലപ്പോൾ വാതിലിൻ്റെ അവിടെയും അതുപോലെ തന്നെ ഭിത്തിയുടെ മുകളിലൊക്കെ ഇടിച്ച് ഉള്ള നിന്നെ ഇടിക്കണു എന്നുള്ള കാണിച്ചിട്ട് അപ്പുറത്ത് ഒരു ഫിസിക്കൽ ട്രോമ ഉണ്ടാക്കുകയാണ്. അങ്ങനത്തെ കുറേ അബ്യൂസുകളിലൂടെ ഒരു സൈക്കിള്. അത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ മറ്റേ പാർട്ട്ണർ വിചാരിക്കും നമുക്കിതൊന്ന് പോവാം, ഇങ്ങനെ സഹിച്ചിട്ട് നിൽക്കണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ഈ നാർസിസ്റ്റ് ഇവർ പോണ ഒരു മൈൻഡ് സെറ്റിലേക്ക് ആവണമെന്ന് തോന്നുമ്പോൾ നാർസിസ്റ്റിനെ മനസ്സിലാവും. അവർ വീണ്ടും ഈ ലവ് ബോംബിങ് ലവ് ബോംബിങ് ഫേസിലേക്ക് കൊണ്ടുവരും. വീണ്ടും സ്നേഹം പിന്നെ വിട്ടിട്ട് പോകരുത്, അങ്ങനത്തെ ഭയങ്കര സ്നേഹത്തിൻ്റെ ഫേസ് വീണ്ടും തുടങ്ങും. വീണ്ടും നമ്മൾ എനിക്ക് എൻ്റെ കുഴപ്പമാണോ ഇങ്ങനെ തോന്നുന്നത്, നോർമൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് തോന്നും. നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്ന ആൾക്ക് ഇങ്ങനെ മാറാൻ പറ്റും. കാരണം അവർ മിനിറ്റിനെയാണ് അവരുടെ സ്വഭാവം ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാക്കും. അത് അവർ അറിഞ്ഞിട്ട് ചെയ്യണ കാര്യമാണ്. നമ്മൾ അപ്പോൾ വിചാരിക്കും ഇതെന്തത് നമുക്ക് തോന്നണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ കുറേ കഥകൾ ഇങ്ങനെ കേട്ടിട്ട് വരുമ്പോഴും അതുപോലെ തന്നെ ഈ റിപ്പീറ്റഡ് സൈക്കിൾസും അതുപോലെ ഇവരുടെ ഒരിക്കലും മാറാത്തതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൊക്കെ 40 വർഷം കഴിഞ്ഞിട്ടും 16 വർഷം കഴിഞ്ഞിട്ടൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ആയിട്ട് ലവ് ബോംബിങ് ഫേസ് അതുപോലെ തന്നെ ഈ അബ്യൂസ് സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ ലവ് ബോംബിങ് ഫേസ് കഴിഞ്ഞ് പിന്നെ നമ്മളതിനെ ഒരു സെൽഫ് വർത്ത് ഇല്ലാത്ത, ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് പോലത്തെ ഒരു ഒബ്ജക്റ്റ് പോലെ ആയിട്ട് അവർ ചിത്രീകരിക്കും. ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താലും നമ്മളതിനെ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കില്ല. എന്നാൽ പുറത്തുള്ള ഒരാളാണ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് പൊക്കി പറയുക, അവരെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നാൽ സെയിം സമയം നമ്മൾ ചെയ്ത കാര്യത്തിന് ഒന്നിനും വാല്യൂ ഇല്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യം, പാർട്ട്ണറാണ് എന്തെങ്കിലും ഒരു വയ്യാണ്ടാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ ഒന്നും അവിടെ നിന്ന് ഉണ്ടാവില്ല. എന്നാൽ നേരെ മറിച്ച് പുറത്തുള്ള ആൾക്കാരെ ചോദിക്കുകയാണെങ്കിൽ ഭയങ്കര. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ സെൽഫ് ഭയങ്കര വെറുത്തില്ലാത്തതും അതുപോലെ വേസ്റ്റ് ആയിട്ടുള്ള ഒരാൾ പോലെ തോന്നും. അതുപോലെ തന്നെ നമുക്ക് ആരുമില്ല, നമുക്ക്
എന്താ ശരിക്ക് നിങ്ങൾക്ക് വട്ടാണ് എന്നിങ്ങനെ പറഞ്ഞ് ആളിനെ ഭയങ്കരമായിട്ട് ഒന്ന് നിങ്ങൾക്ക് ഇവരുടെ ഫസ്റ്റ് ഇതിൽ തന്നെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഫ്രണ്ട്സിനെ കട്ട് ചെയ്യും, ഇവരുടെ ഫാമിലീനെ കട്ട് ചെയ്യും, അങ്ങനെ ഉള്ള പ്രത്യേക കഴിവൊക്കെ ഉണ്ട്. മാക്സിമം സെപ്പറേറ്റ് ചെയ്യാൻ എല്ലാവരുടെയും സെപ്പറേറ്റ് ചെയ്തിട്ട് ഐസൊലേറ്റ് ചെയ്യാൻ നോക്കും. ആകെ ഈ ഒരാളുള്ള പോലത്തെ ഒരു അവസ്ഥയാക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിയൊക്കെ. അപ്പോൾ ഇവർക്ക് വേറെ ആൾക്കാരോട് ഹെൽപ്പ് ചോദിക്കാനും ഉണ്ടാവില്ല. ഹെൽപ്പ് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വേസ്റ്റ് പരിപാടി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ നമ്മൾ ടോട്ടൽ ഒരു വേസ്റ്റ് ബിന്ന് ആണെന്ന് തോന്നണ പോലെ, അതായത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല, വയ്യാണ്ട് കിടക്കുകയാണ് എന്നുള്ള തരത്തിൽ നമ്മളതിനെ അത്രയ്ക്കും അതമ്പതിച്ചിട്ട് പറയണ ഒരവസ്ഥ. അത് നേരെ മറിച്ച് അവർക്കാണ് വയ്യാണ്ടാവണേന്ന് വെച്ചാൽ ശരിക്കും ഒരു ബേബീനെ കെയർ ചെയ്യണ പോലെ നമുക്ക് കെയർ ചെയ്യേണ്ടി വരും. അത് അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പെരുമാറിയ ആളിനെ എന്തിനാണ് തിരിച്ചപ്പോൾ അതുപോലെ തന്നെ പെരുമാറിയാൽ മതിയില്ലേ എന്ന് ബാക്കിയുള്ളവർക്ക് തോന്നും. അവിടെ ഇവരുടെ ഒരു കഴിവുണ്ട്. ഇവർ സെലക്ട് ചെയ്യണം, പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യണ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എമ്പതി ഉള്ള ആൾക്കാരും അതുപോലെ സിമ്പതി ഉള്ള ആൾക്കാരിനെയൊക്കെയാണ് സെലക്ട് ചെയ്യുക. അത് ഇവരുടെ ഒരു കഴിവാണ്. അവരത് നോക്കിയിട്ടാണ് അങ്ങനത്തെ ആൾക്കാരനെ പാർട്ട്ണറായിട്ട് സെലക്ട് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ഇവർ വയ്യാണ്ട് കിടക്കുമ്പോൾ നമുക്ക് പഴയതൊക്കെ മറക്കും. ഇവരുടെ ഇത് അവർ അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ സമയത്ത് ലവ് ബോംബിങ് ഫേസ് ആയിരിക്കും. കാരണം അവർക്ക് ഒരാൾ വേണമല്ലോ, ഒരു ഹെൽപ്പർ, ജസ്റ്റ് ഒരു ഹെൽപ്പറിന് ഉള്ള ഒരു ഉദ്ദേശം മാത്രമാണ് അവർക്കുള്ളൂ. അപ്പം അവർ വയ്യായികയൊക്കെ മാറി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയാൽ അപ്പം തൊട്ടിട്ട് വേസ്റ്റായി. അതുപോലെ തന്നെ ഈ ചീറ്റിംഗ് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ചീറ്റിങ്ങിൻ്റെ പരിപാടികളായി. അതുപോലെ തന്നെ വീണ്ടും ഒരു ആവശ്യം, വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും കാശിൻ്റെ ആവശ്യം ഈ അപ്പുറത്തെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിരിക്കും. എന്നാൽ പിന്നെ വീണ്ടും ആള് ഹെൽത്തി ഒക്കെ ആവുകയാണെങ്കിൽ വീണ്ടും നമ്മുടെ ഈ ഫേസിലേക്ക് വീണ്ടും മാറും. ചീറ്റിംഗ് ഫേസ്, ഡീവാല്യൂയിങ് ഫേസ്, അബ്യൂസിങ് ഫേസ്, അങ്ങനത്തെ എല്ലാ ഫേസുകളും. ഓക്കെ, ഇനിയും കുറേ ആക്ച്വലി പറയാണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ സൈക്യാട്രിസ്റ്റ് അല്ല. ഇതുപോലത്തെ ഉള്ള ആൾക്കാരനെ കണ്ടിട്ടുള്ളത് കൊണ്ടും അതുപോലെ തന്നെ കുറേ അനുഭവങ്ങൾ കേട്ടിട്ടുള്ളത് കൊണ്ടും ഇതുപോലത്തെ കുറേ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചിട്ടുള്ളത് കാരണം ആ ഒരു ഇതിൽ ഇവിടെ ഒരു അവയർനെസ് വേണമെന്ന് തോന്നിയ കാരണം ചെയ്യുന്ന വീഡിയോ ആണ്. ചിലവർ ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. താങ്ക് യു.